ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പഴംപൊരി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണിത്. പക്ഷേ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് അപ്പക്കാരം ചേർക്കാണ്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടിക്ക് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി അരിച്ചെടുക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോഡാപ്പൊടിക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പുളിയുള്ള തൈര് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കലക്കിയെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ കളറ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ല എങ്കിൽ ഫുഡ് കളറും ചേർക്കാം. ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയതിന് ശേഷം ലൂസാക്കി എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കലക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ ബാറ്ററെല്ലാം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ബാറ്ററാക്കി കിട്ടിക്കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇതേപോലെ ഒരു 5 മിനിറ്റ് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ബാറ്റർ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആകും. എന്നിട്ട് നല്ല പോലെ നമുക്ക് പൊന്തി കിട്ടുകയും ചെയ്യും. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ 4-5 മണിക്കൂറൊക്കെ വെച്ചാലുണ്ടല്ലോ ഈ റെസിപ്പി ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ 5 മണിക്കൂർ വെക്കുന്നുണ്ട്. നിങ്ങൾ വൈകുന്നേരമാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് വിചാരിക്കുക, രാവിലെ തന്നെ ബാറ്റർ കലക്കി വെക്കണം. അങ്ങനെയാകുമ്പോൾ മാവ് നല്ല പോലെ പുളിച്ച് പൊന്തി കിട്ടും. ഇവിടെ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഴം ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പഴം 4ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5ആയിട്ടോ ഇനി മിഡിൽ ഭാഗത്ത് കട്ടാക്കിയിട്ട് 10ആയിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്യാം. കാണാൻ കുറച്ച് ഭംഗിയും കഴിക്കാൻ ടേസ്റ്റും ഒക്കെ ആയിട്ട് ഞാനിവിടെ നല്ല വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ 4ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യണം. തൊലിയോട് കൂടിയാണ് കട്ടാക്കാൻ എപ്പോഴും ഈസി. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ബാറ്ററിലിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണയുണ്ടല്ലോ ചൂടാവാൻ വേണ്ടി വെക്കണം. എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ള പാൻ എടുക്കണം. അതേപോലെ നല്ല റൗണ്ടുള്ള പാൻ എടുക്കണം. മനസ്സിലായല്ലോ? പഴമൊക്കെ ഞാനിവിടെ നല്ല പോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോന്നും ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്തും കൂടുതൽ പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും, പക്ഷെ എണ്ണ കുടിക്കും. പച്ചപ്പഴമാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, എണ്ണ കുടിക്കില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും നല്ല പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ബാറ്ററിൽ നല്ലപോലെ മുക്കണം. എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാറ്റർ കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. പഴം മുക്കിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ ബാറ്റർ നന്നായിട്ട് കവർ ആവണം. ആ രീതിയിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി പെട്ടെന്നാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി സോഡാപ്പൊടി ചേർക്കാണ്ടും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പക്ഷെ കാണുമ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഈ ഒരു രീതി ആയിരിക്കില്ല, കാണാൻ ഇങ്ങനൊരു ഭംഗി ഉണ്ടാവില്ല. അതല്ല, ടേസ്റ്റെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നാലും ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ടേസ്റ്റും കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ തൈര് ചേർക്കാത്ത ആൾക്കാർക്കുണ്ടല്ലോ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, ഒരു 2 കപ്പ് ഇഡ്ഡലി ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് കടലപ്പൊടിയും അതേപോലെ തന്നെ മൈദയും ചേർത്ത് മിക്സാക്കിയും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ ഒരു ബാച്ച് ഉണ്ടല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 ഭാഗവും നല്ല ഗോൾഡ് കളർ ആവണം. ആ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ ഇത് വലിയ പഴംപൊരി ആയതുകൊണ്ട് തന്നെ ആകെ 4 ഇടുമ്പോൾ തന്നെ പാന് ഫുള്ളായി. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പഴമെല്ലാം നല്ല പോലെ വെന്ത് കിട്ടാൻ എപ്പോഴും നല്ലത് മീഡിയം തീയിലാണ്. ഇനി വലിയ പാത്രമാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒന്നിച്ച് തന്നെ ഹോട്ടലിലെല്ലാം ഫ്രൈ ചെയ്യുന്നില്ലേ, ആ രീതിയിലുള്ള വലിയ പാത്രമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കുഞ്ഞു പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം തീയിലിട്ടാൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതാ ഇവിടെ നല്ല പോലെ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വീർത്ത് പൊന്തി വരും. ഇങ്ങനെയാണ് സാധാരണ ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന പഴംപൊരി ഉണ്ടാവൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഈ രീതി ഉണ്ടല്ലോ, ഈ രീതി തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ബേക്കിംഗ് സോഡ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ തൈരൊക്കെ ചേർത്ത് പുളിപ്പിച്ച് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് അടിപൊളി, പറയാൻ വാക്കുകളൊന്നുമില്ല, അത്രയും ടേസ്റ്റാണ്. ദാ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം തിരിച്ചിട്ട് രണ്ടും നല്ല ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഓയിലൊന്നും എടുക്കണ്ട, നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം എടുക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് പഴംപൊരിക്ക് ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ ഷുഗറൊന്നും ചേർക്കാണ്ടാണ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവേ ഞാൻ ഷുഗർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഷുഗറെല്ലാം കട്ട് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഷുഗർ ചേർക്കാണ്ട് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ബാറ്ററിലേക്ക് ഒരു 4-6 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നാൽ കുറച്ച് മതിയെങ്കിൽ 4 ടേബിൾ സ്പൂൺ മതി. ഇതാ ഇവിടെ രണ്ടാമത്തെ ബാച്ചും നന്നായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പഴംപൊരി റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹോട്ടലിലും അതേപോലെ കല്യാണ വീടുകളിലൊക്കെ ഇപ്പോൾ ചായ ഉണ്ടാവലുണ്ട്. ആ സമയത്തൊക്കെ പൊരിഞ്ഞ് കിട്ടുന്ന അടിപൊളി ടേസ്റ്റിലുള്ള പഴംപൊരിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. നമ്മൾ കാസർഗോട്ടുകാർ പൊതുവേ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പഴംപൊരി. ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ബറാത്തൊക്കെ വരാനായി, അപ്പോൾ ബറാത്തിന് ഉണ്ടാക്കാം, അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാം. ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന എല്ലാ സമയത്ത് ഉണ്ടാക്കാനും പറ്റിയ കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.